ഗുഡ് മോർണിംഗ്. രജിത ബാലുവാണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശിവരാത്രി സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ വ്രതം സ്പെഷ്യലായിട്ടുള്ള ഒരു മെനു റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കണേ. അതായത് വ്രതക്കാർക്കുള്ളാണ്. ഒരു മെനു പറയുമ്പോൾ ഞാൻ 2 ഐറ്റം എടുത്തിട്ടുള്ളൂ. ഒന്ന് ഒരു കഞ്ഞി റെസിപ്പിയും പിന്നെ അതിനോടുള്ള ഒരു പുഴുക്ക് റെസിപ്പിയും. അപ്പോൾ രണ്ടും കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പുഴുക്ക് എന്ന് പറയുന്നത് മുതിരപ്പുഴുക്കാണ് കേട്ടോ. അപ്പോൾ മുതിര നമ്മൾ ഏകദേശം ഒരു 10 മണിക്കൂറോളം വെള്ളത്തിൽ കിടക്കണം. അപ്പോൾ നമ്മൾ തലേ ദിവസം കിടക്കാൻ പോണ നേരത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് തേങ്ങ വേണം, പച്ചമുളക് വേണം, 2 പച്ചമുളക് വേണം, വേപ്പില വേണം. പിന്നെ നമ്മൾ കഞ്ഞിയാണ് ഉണ്ടാക്കണത്. കഞ്ഞി നമ്മൾ ചെറുപയർ കൊണ്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ ചെറുപയർ, അതിലേക്ക് നമ്മൾ ശർക്കര, ഈ പറഞ്ഞ പോലെ നാളികേരവും കൂടെ വേണം കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പൊങ്കാല പായസത്തിൻ്റെ കൂട്ടാണ് ഈ കഞ്ഞി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് മുതിര ആദ്യം ഒരു കുഞ്ഞ് കുക്കറിലിടാം. ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുതിര കുക്കറിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വളരെ കുറച്ച് വെള്ളം മതി ഇട്ടാൽ. കാരണം നമ്മൾ കുതിർത്ത മുതിരയാണല്ലോ, വളരെ അല്പം വെള്ളം മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ വിസിൽ ഇത് ഇറക്കിയെടുക്കാം കേട്ടോ. മുതിരയ്ക്ക് ഒപ്പം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ വെള്ളം നിന്നാലും മതി കേട്ടോ. വെള്ളം കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ കുക്കർ തുറക്കുമ്പോഴേ അതൊന്ന് വറ്റിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോഴേ നമ്മളുടെ മുതിര അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇപ്പുറത്തെ സ്റ്റൗമ്മ ഒരു പാൻ വെച്ചിട്ട് അതിൽ ചെറുപയർ വറുത്തെടുക്കാം കേട്ടോ. ചെറുപയർ നല്ല സ്മെല്ലും വരും, കളറും മാറും. അതുവരേക്കും ഒന്ന് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിം ആവാതെ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുതിര വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇറക്കിയിട്ട് ആ അടുപ്പിലേക്ക് ഞാൻ ഒരു ചെറിയ പാത്രം കയറ്റി വയ്ക്കുകയാണ്. നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണമല്ലോ. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ശർക്കര എടുത്തു വെച്ചുള്ള ശർക്കര ഉരുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴേ ചെറുപയറും നല്ല വറവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഞാനിവിടെ എനിക്ക് അനിയത്തി ഹെൽപ്പ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നിന്നിരുന്നത്. അപ്പോൾ നമ്മൾ ചെറുപയർ നല്ല മണം വന്നിട്ടുണ്ട്, കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. കാരണം ഇതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഈ നേരമായപ്പോഴേക്കും നമ്മുടെ ശർക്കരയും മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതും അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. അപ്പോൾ നമുക്കിനി മുതിരപ്പുഴുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ സ്റ്റൗവ് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ആ വറ്റൽമുളകും കൂടെ ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മുതിരയും കൂടെ അതിലേക്ക് ചെരിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മുതിര നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം 2 കതിർപ്പ് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വലിയൊരു പിടുത്തം തേങ്ങ ചെരുകിയതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാത്രം ഒരല്പം നേരം മൂടിയിടാം കേട്ടോ. നമ്മളെ വ്രതം സ്പെഷ്യലായിട്ടാണല്ലോ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഒരിക്കലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അതേ കണക്കാണ് ഇന്നിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. 2 മിനിറ്റ് കഴിയുമ്പോൾ പാത്രം നമുക്ക് തുറക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മധുരക്കഞ്ഞി തയ്യാറാക്കാം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചെറുപയർ ഒന്ന് ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ നമ്മളിത് ഉരലിൽ വെച്ചിട്ട് കുത്താണ് ചെയ്തിരുന്നത് അല്ലേ. ഇപ്പോൾ പിന്നെ സൗകര്യങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ മിക്സിയുടെ ചെറിയ പൊടിക്കണ ജാറുണ്ടല്ലോ, ചെറിയ ജാറ്, അതിലേക്ക് ഇതിട്ടിട്ട് നമ്മുടെ ആ ക്രഷ് ബട്ടൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കണേ. വല്ലാതെ നൈസായിട്ട് പൊടിഞ്ഞു പോകാൻ പാടില്ല. അപ്പോഴേ നമ്മളൊന്ന് കുത്തിയെടുത്ത ചെറുപയറുണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. എന്നിട്ട് ചെറിയൊരു കുക്കറിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാവ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട്, എന്തായാലും ഇരിക്കണ ചെറുപയർ പരിപ്പിൻ്റെ ഇരട്ടി വെള്ളം ഉണ്ടാവണം കേട്ടോ. അതിനനുസരിച്ച് കണക്കാക്കി ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വരണ വരേക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ. 2 വിസിൽ വന്നാൽ സ്റ്റവ് ഓഫ് ചെയ്യുക, ആറാനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് നേരമായിട്ട് വിസിൽ വന്നതിന് ശേഷം ഇറക്കി വെച്ചിട്ടുള്ളതാണ് കുക്കറും തുറന്ന് നോക്കുക.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. 2 വിസിലാണ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ സ്റ്റവ് ഒന്ന് ഓണാക്കിയിട്ട് ഈ കുക്കർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ, ഒരു വലിയ പിടി തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കുക. 2 മണി ജീരകം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നല്ല തിളപ്പിച്ച വെള്ളം അല്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ആ തേങ്ങയുടെ പച്ചമണം ജസ്റ്റ് ഒന്ന് പോണ വരെ ആക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കഞ്ഞിയും തയ്യാറായിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നെയ്യൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. നമ്മൾ പൊങ്കാല പായസം ഉണ്ടാക്കണ പോലെ നെയ്യോ ഏലക്കൊക്കെ ചേർക്കാം. പക്ഷെ നമ്മളിത് വളരെ ലാവിഷായിട്ടല്ലല്ലോ കഴിക്കണേ. നമ്മളൊരു വ്രതശുദ്ധിയോടെ ഒരു പ്രസാദം പോലെ വയറ് നിറയൊന്നും കഴിക്കണതല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോഴേതാ നമ്മളുടെ ചെറുപയർ മധുരക്കഞ്ഞിയും അതുപോലെ തന്നെ മുതിരപ്പുഴുക്കും തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇത് വ്രതം സ്പെഷ്യലാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ വ്രതം ഇല്ലാത്ത ദിവസങ്ങളിൽ ഈ മുതിരപ്പുഴുക്കിനൊക്കെ ഇത്തിരിയും കൂടെ ലേവിഷാക്കാം കേട്ടോ. നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തുകൊണ്ടും ചെയ്യാം. അതുപോലെ തന്നെ കഞ്ഞി നമുക്ക് ഇത്തിരിയും കൂടെ ലേവിഷാക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഇതൊക്കെ നമ്മൾ ഒരു സ്പൂണൊക്കെ കഴിക്കുമ്പോഴേക്കും വയറൊക്കെ നിറഞ്ഞ ഫീലിങ്ങും പിന്നെ എന്തെന്നില്ലാത്തൊരു പ്രത്യേക ഉന്മേഷമാണ് കേട്ടോ. അപ്പോഴേ നമ്മൾ ശരിക്കും നന്ദി പറയേണ്ടത് നമ്മുടെ പണ്ട് മൺമറഞ്ഞു പോയ നമ്മുടെ കാരണവന്മാർ തന്നെയാണ് അല്ലേ. ആരൊക്കെയാണോ ഇതിനൊക്കെ തുടക്കം കുറിച്ച് അവരൊക്കെ നമ്മൾ നമിക്കണം. ഓരോ കാലാവസ്ഥയ്ക്കും ആചാരത്തിൻ്റെ പേരിലാണെങ്കിലും കാലാവസ്ഥയുടെ അനുസരിച്ചാണെങ്കിലും അവരുണ്ടാക്കിയിട്ടുള്ള ആ ട്രഡീഷണൽ ഫുഡിനൊക്കെ അതിൻ്റേതായ ഗുണവും മേന്മയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അവസരത്തിൽ അവരും കൂടെ ഒന്ന് ഞാൻ ഓർക്കാണ്. അപ്പോൾ വ്രതെടുക്കണം, ശിവരാത്രിക്ക് വ്രതെടുക്കണവർക്കോ അല്ലാത്തവർക്കൊക്കെ ഇത് കഴിക്കാം കേട്ടോ. നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം. എല്ലാവർക്കും ഹാപ്പി ശിവരാത്രി. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.